ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ 65 ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ തൈര്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അരിപ്പൊടി, 1 മുട്ട. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മസാല എല്ലാം ഈ ചിക്കനിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് ഒരു 2 ടീസ്പൂൺ ചില്ലി സോസ്, 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ തൈര്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോസ് റെഡി. ഇപ്പോഴത്തെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക, അല്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, ഒരു 5 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില, ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഈ സോസും ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ നന്നായിട്ട് മിക്സായി വരണം. ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.